എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2024 നടന്ന 11ാമത് ഏഷ്യ പസഫിക് കോഓപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന് വേദിയായത്. 2024 നടന്ന 11ാമത് ഏഷ്യ പസഫിക് കോഓപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന് വേദിയായത് ജോർദാൻ. ജോർദാനാണ് 2024 നടന്ന 11ാമത് ഏഷ്യ പസഫിക് കോഓപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന് വേദിയായത്. 2024 പുരുഷ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. 2024 പുരുഷ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് രോഹിത് ശർമ്മ. രോഹിത് ശർമ്മയാണ് 2024 പുരുഷ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. 2024 എൽ നിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ വരൾച്ചയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച രാജ്യം. 2024 എൽ നിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ വരൾച്ചയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച രാജ്യം സിംബാബ്വെ. സിംബാബ്വെയാണ് 2024 എൽ നിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ വരൾച്ചയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചത്. അറബ് സാഹിത്യത്തിനുള്ള 2024 അന്താരാഷ്ട്ര പുരസ്കാരം നേടിയത്. അറബ് സാഹിത്യത്തിനുള്ള 2024 അന്താരാഷ്ട്ര പുരസ്കാരം നേടിയത് ബാസിം ഖന്തക്ജി. ബാസിം ഖന്തക്ജിയാണ് അറബ് സാഹിത്യത്തിനുള്ള 2024 അന്താരാഷ്ട്ര പുരസ്കാരം നേടിയത്. ബാസിം ഖന്തക്ജി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി NISEയുടെ പുതിയ ഡയറക്ടർ ജനറൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജിയുടെ പുതിയ ഡയറക്ടർ ജനറൽ മുഹമ്മദ് റിഹാൻ. മുഹമ്മദ് റിഹാനാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി NISEയുടെ പുതിയ ഡയറക്ടർ ജനറൽ. സാറ്റ് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസറായി അടുത്തിടെ നിയമിതനായത്. സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസറായി അടുത്തിടെ നിയമിതനായത് PS ദിനേഷ് കുമാർ. PS ദിനേഷ് കുമാറാണ് സാറ്റ് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസറായി അടുത്തിടെ നിയമിതനായത്. സുനിൽ വത്സനും ശ്രീശാന്തിനും ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ലോകകപ്പ് ടീമിൽ ഇടം നേടിയ മലയാളി. സുനിൽ വത്സനും ശ്രീശാന്തിനും ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ലോകകപ്പ് ടീമിൽ ഇടം നേടിയ മലയാളി സഞ്ജു സാംസൺ. സഞ്ജു സാംസണാണ് സുനിൽ വത്സനും ശ്രീശാന്തിനും ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ലോകകപ്പ് ടീമിൽ ഇടം നേടിയ മലയാളി. റിസർവ് ബാങ്കിൻ്റെ പ്രോഗ്രാമബിൾ CBDC പൈലറ്റ് പദ്ധതി ആദ്യമായി നടപ്പാക്കുന്ന ബാങ്ക്. റിസർവ് ബാങ്കിൻ്റെ പ്രോഗ്രാമബിൾ CBDC പൈലറ്റ് പദ്ധതി ആദ്യമായി നടപ്പാക്കുന്ന ബാങ്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഇൻഡസ്ഇൻഡ് ബാങ്കാണ് റിസർവ് ബാങ്കിൻ്റെ പ്രോഗ്രാമബിൾ CBDC പൈലറ്റ് പദ്ധതി ആദ്യമായി നടപ്പാക്കുന്ന ബാങ്ക്. ഇൻഡസ്ഇൻഡ് ബാങ്ക്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ UK യുഗിൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ UK യുഗിൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ UK യുഗിൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത്. 2024 കേരള സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. 2024 കേരള സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് പാലക്കാട്. പാലക്കാടാണ് 2024 കേരള സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണിയിലായ ഭൂപ്രദേശം. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണിയിലായ ഭൂപ്രദേശം ഗാസ. ഗാസയാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണിയിലായ ഭൂപ്രദേശം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് കാസർഗോഡ്. കാസർഗോഡാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത്. യൂണിസെഫിൻ്റെ ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി 2024 നിയമിതയായത്. യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി 2024 നിയമിതയായത് കരീന കപൂർ. കരീന കപൂറാണ് യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി 2024 നിയമിതയായത്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ബോംബർ അൺമാൻഡ് വിമാനം. ഇന്ത്യയുടെ ആദ്യ
തദ്ദേശീയ ബോംബർ അൺമാൻഡ് വിമാനം? FWD-200B. FWD-200B ആണ് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ബോംബർ അൺമാൻഡ് വിമാനം. ചന്ദ്രനിലേക്കുള്ള പാകിസ്ഥാൻ്റെ ആദ്യ ഉപഗ്രഹം? ചന്ദ്രനിലേക്കുള്ള പാകിസ്ഥാൻ്റെ ആദ്യ ഉപഗ്രഹം ഐക്യൂബ് ഖമർ. ഐക്യൂബ് ഖമറാണ് ചന്ദ്രനിലേക്കുള്ള പാകിസ്ഥാൻ്റെ ആദ്യ ഉപഗ്രഹം. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കൂടിയ താരം? അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ആശാ ശോഭന. ആശാ ശോഭനയാണ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കൂടിയ താരം. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 300 മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ ഇന്ത്യൻ താരം? അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 300 മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ ഇന്ത്യൻ താരം ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗറാണ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 300 മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ ഇന്ത്യൻ താരം. ഇന്ത്യയിലെ ആദ്യ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ? ഇന്ത്യയിലെ ആദ്യ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നക്ഷത്രസഭ. നക്ഷത്രസഭയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ. അടുത്തിടെ US-ൽ അതിവേഗം വ്യാപിച്ച COVID-19 വേരിയൻറ്റ്? അടുത്തിടെ US-ൽ അതിവേഗം വ്യാപിച്ച COVID-19 വകഭേദം ഫ്ലിർട്ട്. ഫ്ലിർട്ട് എന്ന COVID-19 വേരിയൻ്റാണ് അടുത്തിടെ US-ൽ അതിവേഗം വ്യാപിച്ചത്. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി മാരീച്ച് എന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫൻസ് സിസ്റ്റം നിർമ്മിച്ച സ്ഥാപനം? ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി മാരീച്ച് എന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫൻസ് സിസ്റ്റം നിർമ്മിച്ച സ്ഥാപനം കെൽട്രോൺ. കെൽട്രോൺ ആണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി മാരീച്ച് എന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫൻസ് സിസ്റ്റം നിർമ്മിച്ച സ്ഥാപനം. ആകാശവാണി വാർത്തയുടെ ഡയറക്ടർ ജനറലായി അടുത്തിടെ നിയമിതയായത്? ആകാശവാണി വാർത്തയുടെ ഡയറക്ടർ ജനറലായി അടുത്തിടെ നിയമിതയായത് മൗഷുമി ചക്രവർത്തി. മൗഷുമി ചക്രവർത്തിയാണ് ആകാശവാണി വാർത്തയുടെ ഡയറക്ടർ ജനറലായി അടുത്തിടെ നിയമിതയായത്. ഇന്ത്യയുടെ 84ാമത് ഗ്രാൻഡ് മാസ്റ്റർ? ഇന്ത്യയുടെ 84ാമത് ഗ്രാൻഡ് മാസ്റ്റർ വൈശാലി രമേഷ് ബാബു. വൈശാലി രമേഷ് ബാബുവാണ് ഇന്ത്യയുടെ 84ാമത് ഗ്രാൻഡ് മാസ്റ്റർ. 2024 UN ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം അവാർഡ് ലഭിച്ചത്? 2024 UN ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം അവാർഡ് ലഭിച്ചത് പാലസ്തീൻ പത്രപ്രവർത്തകർക്ക്. പാലസ്തീൻ പത്രപ്രവർത്തകർക്കാണ് 2024 UN ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം അവാർഡ് ലഭിച്ചത്. അടുത്തിടെ WFI റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി? അടുത്തിടെ WFIയുടെ അത്ലറ്റ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി സ്മിത AS. സ്മിത AS ആണ് അടുത്തിടെ WFIയുടെ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി. WFIയുടെ അത്ലറ്റ് പാനൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? WFIയുടെ അത്ലറ്റ്സ് പാനൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് നർസിംഗ് യാദവ്. നർസിംഗ് യാദവ് ആണ് WFIയുടെ അത്ലറ്റ്സ് പാനൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 മെയ് 4 ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം? 2024 മെയ് 4 ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം ഹമീദ ബാനു. ഹമീദ ബാനു ആണ് 2024 മെയ് 4 ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം. 2024 ലോക പത്രസ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? 2024 ലോക പത്രസ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ചിലി. ചിലിയാണ് 2024 ലോക പത്രസ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത്? ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പൂനെ. പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത്. 2024 വിറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിച്ചത്? 2024 വിറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിച്ചത് പൂർണിമ ദേവി ബർമൻ.
പൂർണിമ ദേവി ബർമനാണ് 2024 വിറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിച്ചത്. അടുത്തിടെ GST അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ചെയർമാനായി നിയമിതനായത്. അടുത്തിടെ GST അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ചെയർമാനായി നിയമിതനായത് സഞ്ജയ് കുമാർ മിശ്ര. സഞ്ജയ് കുമാർ മിശ്രയാണ് അടുത്തിടെ GST അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ചെയർമാനായി നിയമിതനായത്. 2024 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ജേതാക്കളായത്. 2024 തോമസ് കപ്പ് യൂബർ കപ്പ് ജേതാക്കളായത് ചൈനയാണ് 2024 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ജേതാക്കളായത്. 2026 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം. 2026 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ഡെൻമാർക്കാണ് 2026 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. ഏത് രാജ്യത്തിൻ്റെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ? ഏത് രാജ്യത്തിൻ്റെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ? ചൈനയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ. സംസ്ഥാനത്തെ രണ്ടാമത്തെ മെട്രോ റെയിൽ ആരംഭിക്കുന്നത് എവിടെ? സംസ്ഥാനത്തെ രണ്ടാമത്തെ മെട്രോ റെയിൽ ആരംഭിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് സംസ്ഥാനത്തെ രണ്ടാമത്തെ മെട്രോ റെയിൽ ആരംഭിക്കുന്നത്. 2024 ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. 2024 ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ എം മുകുന്ദനാണ് 2024 ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. സംസ്ഥാനത്തെ ആദ്യ സർക്കാരിതര ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലവിൽ വന്നത്. സംസ്ഥാനത്തെ ആദ്യ സർക്കാരിതര ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലവിൽ വന്നത് മൂവാറ്റുപുഴ. ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മൂവാറ്റുപുഴയിലാണ് സംസ്ഥാനത്തെ ആദ്യ സർക്കാരിതര ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലവിൽ വന്നത്. 2023-24 വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL ഫുട്ബോൾ കിരീടം നേടിയ ടീം. 2023-24 വർഷത്തെ ISL ഫുട്ബോൾ കിരീടം നേടിയത് മുംബൈ സിറ്റിയാണ് 2023-24 വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL ഫുട്ബോൾ കിരീടം നേടിയ ടീം. ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പുതിയ 100 രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം. ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പുതിയ 100 രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം നേപ്പാളാണ് ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പുതിയ 100 രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥം. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥം പലമത സാർവമേഘം എന്ന ഗ്രന്ഥമാണ് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്കൂൾ ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്കൂൾ ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂറാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്കൂൾ ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. പ്ലേയിങ് 11 തിരഞ്ഞെടുക്കുന്നതിനായി അടുത്തിടെ ആർട്ടിഫിഷ്യൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച ടീം. പ്ലേയിങ് 11 തിരഞ്ഞെടുക്കുന്നതിനായി അടുത്തിടെ ആർട്ടിഫിഷ്യൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച ടീം ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടീമാണ് പ്ലേയിങ് 11 തിരഞ്ഞെടുക്കുന്നതിനായി അടുത്തിടെ ആർട്ടിഫിഷ്യൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചത്. 2024 വനിതാ T20 വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം. 2024 വനിതാ T20 വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം ബംഗ്ലാദേശാണ് 2024 വനിതാ T20 വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി ADSകൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതി. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി ADSകൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതി
എന്നിടം പദ്ധതിയാണ് കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി ADSകൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതി. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രതിഭ റായിയാണ് 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയത്. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയത് ദുർഗാ പ്രസാദാണ് 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയത്. ലോകത്തിലെ ആദ്യ AI നയതന്ത്രജ്ഞ. ലോകത്തിലെ തന്നെ ആദ്യ AI നയതന്ത്രജ്ഞ വിക്ടോറിയ ഷീയാണ് ലോകത്തിലെ ആദ്യ AI നയതന്ത്രജ്ഞ. പ്രഗ്നന്റ് വുമൺ എന്നതിന് പകരം പ്രഗ്നന്റ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണമെന്ന് അടുത്തിടെ പ്രസ്താവിച്ച കോടതി. പ്രഗ്നന്റ് വുമൺ എന്നതിന് പകരം പ്രഗ്നന്റ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണമെന്ന് അടുത്തിടെ പ്രസ്താവിച്ച കോടതി സുപ്രീം കോടതിയാണ് പ്രഗ്നന്റ് വുമൺ എന്നതിന് പകരം പ്രഗ്നന്റ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണമെന്ന് അടുത്തിടെ പ്രസ്താവിച്ച കോടതി. റഷ്യയുടെ പ്രസിഡന്റായി 5ാം തവണയും ചുമതലയേറ്റത്. വ്ളാഡിമിർ പുടിനാണ് റഷ്യയുടെ പ്രസിഡന്റായി 5ാം തവണയും ചുമതലയേറ്റത്. അടുത്തിടെ ആസ്ട്രസെനക്ക പിൻവലിച്ച കോവിഡ് വാക്സിൻ കോവിഷീൽഡാണ് അടുത്തിടെ ആസ്ട്രസെനക്ക പിൻവലിച്ച കോവിഡ് വാക്സിൻ. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ UN തീരുമാനിച്ച ദിവസം. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ UN തീരുമാനിച്ച ദിവസം മെയ് 25 ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ UN തീരുമാനിച്ചത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.